بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1807 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജുറാത്തിലെ 11-ാമത്തെ ആയത്താണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. صدق الله العلي العظيم. സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ 9-10 ആയത്തുകൾ ഇസ്ലാമിക സമൂഹത്തിൽ രണ്ട് കക്ഷികളായിട്ട് രൂപപ്പെടുകയും അവർക്കിടയിൽ അസ്വാരസ്യം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ആ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ് വ്യക്തമാക്കുകയുണ്ടായത്. അത് സംബന്ധമായി അതിന്റെ ദൈവികമായ നിർദ്ദേശം നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ വിധത്തിൽ ഈ ആയത്തിൽ നിന്ന് ഈ രണ്ടായത്തുകളിൽ നിന്ന് കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ പല വിധത്തിലുള്ള ബന്ധങ്ങൾ വഷളാകുന്ന സാഹചര്യവും ചിലപ്പോഴൊക്കെയെങ്കിലും ശത്രുതയിലേക്കും ഏറ്റുമുട്ടലിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ടായി വരുന്നതിന് ഒരു കാരണമാവുന്ന ചില സാമൂഹ്യ തിന്മകളെ പരാമർശിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 11-ാമത്തെ ആയത്ത് നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നലെ പഠന വിധേയമാക്കിയ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കർമ്മശാസ്ത്ര പ്രശ്നങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഫുഖഹാ എത്തിച്ചേർന്നിട്ടുള്ള ചില നിയമനിർദ്ദേശങ്ങൾ ഓരോ സന്ദർഭത്തിലും ഓരോ വിഷയത്തിലും സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്ന കാര്യത്തിലുള്ള അവരുടെ ഈ അടിസ്ഥാനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള നിഗമനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ 3 ആയത്തുകളുടെയും അർത്ഥസൂചനകള് അവയുടെ
നിയമസൂചനകളൊക്കെ ഉൾക്കൊണ്ടതിന് ശേഷം അത്തരം ഫിഖ് സംബന്ധമായ കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിലേക്ക് തിരിയാം. ഇന്ന് ഈ 11-ാമത്തെ ആയത്ത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു ഒരു കാര്യം പറയുകയാണ്. വിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ പരിഹസിക്കാൻ മുതിരരുത്, അപഹസിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ പരിഹസിക്കാൻ മുതിരരുത് എന്നാണ് അല്ലാഹുവോട് പറയുന്നത്. സഖിറ മിൻ എന്നുള്ള ഒരു പ്രയോഗം അറബി ഭാഷയിൽ ഒരാളെ പരിഹസിക്കുക, ഒരാളെ അപമാനിതനാക്കുന്ന വിധത്തിൽ സംസാരിക്കുക എന്നൊക്കെയുള്ള അർത്ഥസൂചനകളാണ് ആ പദത്തിനുള്ളത്. ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ കളിയാക്കി പരിഹസിച്ച് അവരെ അപമാനിതരാക്കാൻ മുതിരരുത്. അതിനൊരു കാരണം, ഒരു ന്യായം അല്ലാഹുവോട് പറയുന്നുണ്ട്. അസാ യകൂനു ഖൈറൻ മിൻഹു, ഈ പരിഹസിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരാവാൻ സാധ്യതയുണ്ട്. പരിഹസിക്കുന്ന ആളുകൾ പലപ്പോഴും പരിഹസിക്കപ്പെടുന്നവരുടെ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടോ ഉൾക്കൊണ്ടുകൊണ്ടോ ഒന്നും ആവണമെന്നില്ല അങ്ങനെ ചെയ്യുന്നത്. പലപ്പോഴും പരിഹസിക്കപ്പെടുന്ന ആളുകൾ എല്ലാ നിലക്കും ഈ പരിഹസിക്കാൻ മുതിരുന്നവരെക്കാളും ശ്രേഷ്ഠരാവാനും ഇടയുണ്ട്. അപ്പൊ അങ്ങനെ ആരും ആരെയും പരിഹസിക്കുന്നതിന് പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ല. അത് സ്വഭാവപരമായ ഒരു വൈകൃതം മാത്രമാണ്. കാരണം ഏത് കാര്യത്തിലാണോ ഒരാള് മറ്റൊരാളെ പരിഹസിക്കുന്നത്, ആ വിഷയത്തില് മിക്കപ്പോഴും ഈ പരിഹസിക്കപ്പെടുന്നവന്റെ നിയന്ത്രണത്തിലോ അയാളുടെ പ്രയത്നഫലമായിട്ടോ ഒന്നുള്ള കാര്യമായിരിക്കുകയില്ല ആ പരിഹസിക്കപ്പെടുന്നതിന് കാരണമാകുന്ന വിഷയം. അത് അള്ളാഹുവിന്റെ ഖളാവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിരിക്കും. ഒരാളുടെ ശാരീരികമായിട്ടുള്ള ആ അവസ്ഥയാണെങ്കിലും, ഫിസിക്കൽ അപ്പിയറൻസിന്റെ പേരിൽ പരിഹസിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ബുദ്ധിപരമായ എന്തെങ്കിലും പരിമിതികളുടെയോ കാര്യങ്ങൾ സമയത്തിന് ഉൾക്കൊള്ളാൻ പറ്റാതിരുന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ സംസാരത്തിലെ സംഭവിക്കുന്ന പിഴവുകളുടെ പേരിലോ ഒക്കെ ആയിരിക്കും പരിഹസിക്കുന്നുണ്ടാവുക. ഇനി അതുമല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രീതിയിലായിരിക്കണം പരിഹാസത്തിന് മുതിരുക. ഇതിലൊക്കെയും തന്നെ പരിഹസിക്കപ്പെടുന്ന ആള്, ഇവിടെ പരിഹസിക്കാൻ മുതിരുന്ന ആൾ എന്തൊരു വിഷയം കണ്ടുകൊണ്ടാണോ അതിന് മുതിരുന്നത്, ആ കാര്യത്തിന് അയാൾ ഉത്തരവാദി ആയിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും അത് അള്ളാഹുവിന്റെ ഒരു നടപടിയുടെ ഫലമായിട്ടോ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഫലമായിട്ടോ ഒക്കെ ഉള്ളതാവാം. അയാളുടെ സ്വന്തം പ്രയത്നത്തിന്റെ ഫലമായോ അയാള് സ്വന്തമായി തീരുമാനിച്ചതിന്റെ ഫലമായിട്ടോ ഒന്നും ആയിക്കൊള്ളുന്നില്ല. ഇനി അതുമല്ല, ഈ പരിഹസിക്കാൻ മുതിരുന്ന ആള് തന്നെ ഈ പരിഹസിക്കപ്പെടുന്ന ആളെക്കാളും അങ്ങനെ ശ്രേഷ്ഠതയുള്ള ആളാവണമെന്നുമില്ല ഇക്കാര്യത്തിൽ നല്ല മിക്ക കാര്യങ്ങളിലും പലപ്പോഴും പരിഹസിക്കപ്പെടുന്നവരായിരിക്കാൻ ഇടയുണ്ട് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. അപ്പോ പരിഹസിക്കാൻ മുതിരുന്ന ആളുകളെ താക്കീത് ചെയ്യുന്ന വിധത്തിൽ അള്ളാഹുവിടെ പറയുന്ന കാര്യം, നിങ്ങൾ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ, ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സംഘം മറ്റൊരു സംഘത്തെ പരിഹസിക്കാൻ വേണ്ടി മുതിരരുത്. ഇത് ഒരു സമൂഹം എന്ന നിലക്ക് പുരുഷ സമൂഹത്തെ അഭിസംബോധന ചെയ്തതായിട്ടാണ് തുടർന്നുള്ള വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ ഇടകലരുന്ന സന്ദർഭങ്ങൾ വളരെ അപൂർവമാണ്. ഈ പരിഹാസം സാധാരണഗതിയിൽ ഇടകലർന്ന് ഇടപഴകുമ്പോഴോ സംസാരിക്കുമ്പോഴോ കൂടി
ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഉയരുന്ന ഒരു കാര്യമാണ്. അപ്പോ സ്ത്രീകളുടെ സമൂഹത്തെ പരാമർശിച്ചുകൊണ്ട് തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നടത്തിയിട്ടുള്ള പരാമർശം പുരുഷന്മാരെ കുറിച്ചാണ് എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാചകം വിവർത്തനം ചെയ്യുന്നവര് പലപ്പോഴും പുരുഷന്മാർ മറ്റു പുരുഷന്മാരെ പരിഹസിക്കരുത് എന്ന് വിവർത്തനം ചെയ്യുന്ന കാണാം. ഖൗമ് എന്ന ആ പദത്തിന് അങ്ങനെ അർത്ഥമൊന്നുമില്ല. അതില് ഒരു സമൂഹം എന്നേ അർത്ഥമുള്ളൂ. അതില് ആണുങ്ങളുടെ സമൂഹമാവാം, പെണ്ണുങ്ങളുടെ സമൂഹമാവാം, രണ്ടു കൂട്ടരും അടങ്ങിയ സമൂഹവും ആകാം. അപ്പോ ഈ പദം നൽകുന്ന സൂചനയില് ഖൗം എന്ന പദത്തിൽ രണ്ടും വരും. പക്ഷെ തുടർന്ന് സ്ത്രീകളോട് പ്രത്യേകമായിട്ട് പറയുന്നത് കാണുമ്പോൾ ആദ്യം പറഞ്ഞത് പുരുഷന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എന്ന ഒരു നോഷൻ ഈ ആയത്ത് വിവർത്തനം ചെയ്യാൻ മുതിരുമ്പോൾ പല മുഫസ്സിറുകളും അംഗീകരിക്കുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു സംഘവും ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ പരിഹസിക്കാൻ മുതിരരുത്. അസാ യകൂനു ഖൈറൻ മിൻഹും, ആ പരിഹസിക്കപ്പെടുന്നവര് ഈ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം, ശ്രേഷ്ഠരായേക്കാം. അതുപോലെ വല നിസാഉം മിൻ നിസാഇ, സ്ത്രീകളും വേറെ സ്ത്രീകളെ പരിഹസിക്കാൻ വേണ്ടി മുതിരരുത്. ഇത് പറയുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരെയും പുരുഷന്മാർക്ക് സ്ത്രീകളെയും പരിഹസിക്കാമെന്നല്ല. ആണുങ്ങള് ആണുങ്ങളെ പരിഹസിക്കരുത്, പെണ്ണുങ്ങളെ പരിഹസിക്കരുത് എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പരിഹസിക്കാം, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ പരിഹസിക്കാം എന്ന് അല്ല മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക സമൂഹം ഈ രണ്ട് വിഭാഗത്തെയും അവരുടെ സാമൂഹ്യ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തില് രണ്ട് കാറ്റഗറീസ് ആയിട്ട് കണ്ടുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. കാരണം പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പരിഹാസം ഉടലെടുക്കുക സഹവാസമോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളോ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ചില സംരംഭങ്ങളിൽ ഏർപ്പെടുമ്പോഴോ ഒക്കെ ആയിരിക്കും. അപ്പോ സ്ത്രീകളുടെ സമൂഹം ഒരുമിച്ചും പുരുഷന്മാരുടെ സമൂഹം ഒരുമിച്ചുമാണ് അങ്ങനെയുള്ള സാമൂഹ്യ ബന്ധങ്ങള് കൂടുതലായിട്ടും ഉണ്ടാകുക. അപൂർവമായിട്ടാണ് ഒരുമിച്ച് എന്തെങ്കിലും ഇനീഷ്യേറ്റീവിന് മുതിരേണ്ടി വരിക. അത് അങ്ങനെയുള്ള ഈ സാമൂഹ്യ ബന്ധങ്ങളുടെ കാര്യത്തില് സാമൂഹ്യ ബന്ധങ്ങളെ വഷളാക്കുന്ന വിധത്തിലുള്ള ഇത്തരം സംഗതികൾ ഉണ്ടാവരുത് എന്നാണ് വിശ്വാസികളോട് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. അത് പുരുഷ സമൂഹത്തെ ആദ്യം അഭിസംബോധന ചെയ്ത്, നീ സ്ത്രീകൾ അത് അവരെ പരാമർശിക്കുന്നതല്ല, അവർക്കത് ബാധകമല്ല എന്നൊരു തെറ്റിദ്ധാരണ ഉള്ളവരായി മാറേണ്ടതില്ല. അത് ആ നിർദ്ദേശം സ്ത്രീകളുടെ സമൂഹത്തിനും അള്ളാഹു പ്രത്യേകമായിട്ട് നൽകുകയാണ്. കാരണം അതില് ഒരുപക്ഷെ അവരുടെ പ്രകൃതിപരമായ കാരണങ്ങളാലോ മറ്റോ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിന്റെ അവരിടപഴകുന്ന ചില മേഖലകളുടെ പ്രത്യേകതകൾ കാരണമായിട്ടോ ഈ ഒരു സാമൂഹ്യ തിന്മ കൂടുതലായിട്ടും ഉടലെടുക്കാൻ സ്ത്രീകൾക്കിടയിലും സാധ്യതയുണ്ട്. സ്ത്രീകൾക്കിടയിൽ അവരുടെ ഒരു സമൂഹത്തിൽ ഇത് കൂടുതലായിട്ട്, അതും വളരെ ഇറാഷണലായ വിധത്തിൽ, ഒട്ടും യുക്തിപരമല്ലാത്ത വിധത്തിലൊക്കെയുള്ള രീതിയിൽ ഈ പരിഹാസത്തിന് മുതിരുന്നത് കൂടുതലായിട്ടും സാധ്യതയുണ്ട്. സ്ത്രീകൾ പ്രകൃതിപരമായിട്ട് അവരുടെ ചില താല്പര്യങ്ങളുടെ തലത്തില് കൂടുതൽ ബൗണ്ടായിട്ട് നിൽക്കുന്നത് കാണാം. അങ്ങനെയാണ്. പ്രത്യേകിച്ച് വിവാഹം കഴിയുന്നതോടുകൂടി അവരുടെ ഒരു താല്പര്യങ്ങളുടെ ഒരു ലോകം ലിമിറ്റഡ് ആയിട്ട്, കൺഫൈൻഡ് ആയിട്ട് വരുന്നത് കാണാം. അപ്പോ അതുകൊണ്ട് തന്നെ അതിനകത്ത് പലപ്പോഴും യുക്തിപരമല്ലാത്ത താല്പര്യങ്ങളോ അല്ലെങ്കിൽ യുക്തിപരമല്ലാത്ത സ്വാർത്ഥതയോ ഒക്കെ തന്നെ കൂടുതലും പ്രകടമാവുന്ന ഒരു സാധ്യത നമുക്ക് അത്തരം സംഗതികളിൽ, അത്തരം സാഹചര്യങ്ങളിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു കാരണത്താലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിൽ അത്തരം സാധ്യതകൾക്ക് കൂടുതൽ
അവരുടെ വിഭാഗത്തിൽ സ്ത്രീ സമൂഹത്തിനകത്ത് തന്നെ അങ്ങനെയുള്ള സാധ്യതകൾ ഏറെ ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടത് എടുത്തു പറയുന്നത്. വലാ നിസാഉം മിൻ നിസാഇൻ, സ്ത്രീകളെ പരിഹസിക്കുന്ന അവസ്ഥയും ഉണ്ടാവരുത്. അസായിയകുന്ന ഖൈറൻ മിൻഹുന്ന, ഒരുപക്ഷെ ആ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കാൻ മുതിരുന്ന സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠരായി എന്ന് വരും. അവരാണ് കൂടുതൽ മെച്ചപ്പെട്ടവര് എന്ന ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാകാം. വലാ തൽമിസു അൻഫുസകും, അതുപോലെ നിങ്ങളെ തന്നെ കുത്തിപ്പറയുന്നവരാവരുത് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. തൽമിസു അൻഫുസകും എന്ന് പറയുന്നത് പ്രത്യക്ഷത്തില് പ്രകടമല്ലാത്ത പല സംഗതികളെയും സൂചിപ്പിച്ചുകൊണ്ട് നോവിക്കുന്ന വിധത്തിൽ സംസാരിക്കലാണ് കുത്തിപ്പറയുക എന്ന് പറയുന്നത്. തൽമിസു എന്ന് പറഞ്ഞാൽ അതാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചില കാര്യങ്ങള്, ചില നെഗറ്റീവായ സംഗതികള് എപ്പോഴും ചൂണ്ടിക്കാണിച്ച് ശല്യമാവുന്ന വിധത്തിലും വേദനിപ്പിക്കുന്ന വിധത്തിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി. പലപ്പോഴും സൂക്ഷ്മമായി ചികഞ്ഞു നോക്കിക്കൊണ്ടൊക്കെ കണ്ടെത്തുന്ന കുറ്റങ്ങളൊക്കെ ആയിരിക്കും. ഈ കുറ്റം പറയുന്നത് അങ്ങനെ ആവർത്തിച്ച് അത് പലപ്പോഴും പ്രത്യക്ഷത്തില് പ്രകടമല്ലാത്ത പല സംഗതികളിലും വല്ലാത്തൊരു ഗവേഷണ താല്പര്യമൊക്കെ കാണിച്ചുകൊണ്ട് ഓരോരുത്തരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അതിങ്ങനെ ഉയർത്തി കാണിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു സംസാരം ഉണ്ടാകുക. അതാണ് തൽമിസു വലാ തൽമിസു എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പൊ നിങ്ങളെ തന്നെ കുത്തിപ്പറഞ്ഞ് ദ്രോഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഈ ഇവിടെ പറയുന്ന തൽമിസു എന്ന് പറയുന്നതും ആദ്യം പറഞ്ഞ ലാ യസ്ഖർ എന്ന് പറയുന്നതും ഒക്കെ തന്നെ പരസ്പരം ബന്ധമുള്ള തിന്മകൾ തന്നെയാണ്. ഇപ്പൊ ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഒന്നിന് ഇൻസൾട്ട് എന്നുള്ളതാണ്, മറ്റതിന് റിഡിക്യൂൾ എന്നുള്ളതാണ്. അത് രണ്ടും തമ്മിൽ പറയത്തക്ക വ്യത്യാസമൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്താൽ കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇത് പരിഹസിക്കുന്നതിന്റെ രണ്ട് രൂപങ്ങളാണ്. ഒന്ന് ആക്ഷേപം കൂടുതലായിട്ട് വരുന്നതാണ് ഈ രണ്ടാമത്തെ തൽമിസു എന്നത്. അതിലൊരു വിമർശനവും ആക്ഷേപവും. മറ്റതില് ഒരു കാരണവുമില്ലാതെ ഒരാളെ എക്സ്പോസ് ചെയ്ത് അയാളുടെ ദൗർബല്യങ്ങൾ വെളിപ്പെടുത്തി മറ്റുള്ളവരുടെ ഇടയിൽ അതിനെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതാക്കി മാറ്റുന്ന ഒരു സംഗതിയാണ് കാണാൻ സാധിക്കുക. അപ്പൊ ഇത് രണ്ടും ഫലത്തില് വലിയ വ്യത്യാസമുള്ള കാര്യങ്ങളല്ല. സമൂഹത്തില് സാമൂഹ്യ ബന്ധങ്ങളെ ഉലഞ്ഞു പോകാൻ കാരണമാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ നിർമ്മലതയോ ഊഷ്മളതയോ ഒന്നും നിലനിർത്തുന്ന വിധത്തിലുള്ളതല്ലാത്ത, അതിനെയൊക്കെ തകർത്ത് കളയുന്ന വിധത്തില് മനസ്സുകളെ വേദനിപ്പിക്കുന്ന തരം സംസാരവും ഇടപെടലും ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ വലാ തൽമിസു അൻഫുസകും, നിങ്ങളെ തന്നെ കുത്തിപ്പറയുന്നവരായി മാറരുത് എന്ന് പറഞ്ഞാല് നിങ്ങളിൽപ്പെട്ട നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കൂട്ടാളികളായ ആളുകളെ എന്ന അർത്ഥത്തിലാണ്. അപ്പോ സ്ത്രീകളെ കുത്തിപ്പറഞ്ഞ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുക, പുരുഷന്മാര് തന്നെ അല്ലെങ്കിൽ ഒരു സംഘം അവരിൽപ്പെട്ട ആളുകളെ അങ്ങനെയൊക്കെയുള്ള രീതിയില് അത് ആളുകൾക്കിടയിലുള്ള നല്ല ബന്ധത്തെ, ഒരു സാമൂഹ്യ ബന്ധത്തിന്റെ ഒരു ഹെൽത്തി കണ്ടീഷൻ ഉണ്ടല്ലോ, ആരോഗ്യകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് ഇല്ലാണ്ടാവും. ഗുണകാംക്ഷ പരസ്പരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അതുകൊണ്ട് ഉണ്ടാവും. കാരണം മനസ്സിൽ അത് വെറുപ്പുളവാക്കിയിട്ടുണ്ടാവും, വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് എളുപ്പം അങ്ങ് നീങ്ങിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ളവരാവണം. ആക്ഷേപിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, പരിഹസിക്കുന്നത് ഒക്കെ ഗുണകാംക്ഷയോട് കൂടിയുള്ളതാവാതെ ആണ് നിർവഹിക്കപ്പെടുന്നതെങ്കിൽ അത് ദീർഘകാലം സമൂഹത്തിലെ ഒരു വ്രണമായിട്ട് നിലനിൽക്കും. ഗുണകാംക്ഷയോടെ കൂടിയാവുമ്പോൾ നമ്മൾ ഒരാളെ
വ്യക്തിപരമായി സ്വകാര്യമായി അടുത്ത് വിളിച്ച് അയാളുടെ പ്രശ്നം അയാളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അത് ഗുണകാംക്ഷയോട് കൂടിയുള്ള ഒരു നസീഹത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരാളുടെ പോരായ്മയോ പിഴവോ അയാളോട് തന്നെ നേരിട്ട് പറയുക എന്നുള്ളത്. അതിൽ പരിഹാസം അടങ്ങിയിട്ടില്ല. അത് നമ്മൾ ഒരു ഗുണകാംക്ഷയോട് കൂടി ഒരു പോരായിക അല്ലെങ്കിൽ ഒരു തെറ്റ്, ഒരു കുറ്റകരമായ സംഗതി ഒരാളിൽ കാണുമ്പോൾ അത് സ്വകാര്യമായിട്ട് അയാളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ അത് അയാളോടുള്ള ഗുണകാംക്ഷയാണ്. എന്നാല് നാലാള് കൂടിയെടുത്ത് വെച്ചിട്ട് അതിന്റെ പേരിൽ അയാളെ ആക്ഷേപിക്കുകയാണെങ്കിൽ, കുറ്റം പറയുകയാണെങ്കിൽ, കുത്തിപ്പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാളെ പരിഹസിക്കുകയാണെങ്കിൽ അത് വളരെ ദ്രോഹകരമായ ഫലം ഉളവാക്കുന്ന ഒരു സംഗതി. അതിലൊരു ഗുണകാംക്ഷ ഉണ്ടാവില്ല. അതില് അയാളോടുള്ള യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും പ്രകടാവില്ല. അത് അയാളെ കൊച്ചാക്കാൻ, അയാളെ അപഹാസിതനാക്കാൻ, മറ്റുള്ളവരെ അയാളെ നോക്കി പരിഹസിച്ച് ചിരിക്കാനൊക്കെ കാരണമാവുന്ന ഒരു സംഗതിയായിരിക്കും. അങ്ങനെയുള്ള പരിഹാസവും കുത്തിപ്പറയലും ഒന്നും അത് എളുപ്പത്തിൽ മനസ്സിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോയിക്കൊള്ളണമെന്നില്ല. അത് പിന്നീട് ഒരു അവസരം ഉണ്ടാവുമ്പോൾ വെളിപ്പെട്ടു വന്നു എന്ന് വരും. അത് ആക്ട് ചെയ്യാനും തുടങ്ങും. ചിലപ്പോൾ വലിയ അപകടം ഉണ്ടാക്കുന്ന വിധത്തിൽ അതിന്റെ ഇമ്പാക്റ്റ് പ്രകടമാകും. ഒരാളോട് ഗുണകാംക്ഷ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് അയാൾക്കൊരു ദ്രോഹം വരുന്നത്, അയാൾക്കൊരു പ്രയാസം നേരിടേണ്ടി വരുന്നത് നമുക്ക് സാധിക്കുമെങ്കിൽ അതിനെ തടയാൻ വേണ്ടി നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവുക. ആ ഗുണകാംക്ഷ അങ്ങ് നീങ്ങിക്കഴിഞ്ഞാല് പിന്നെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ, ഞാൻ അറിയില്ല എന്നൊരു നിലപാട് ആളുകൾ സ്വീകരിച്ചു വരും. അപ്പൊ ഇതുകൊണ്ട് അള്ളാഹു നൽകുന്ന നിർദ്ദേശം വലാ തൽമിസു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തി പറയുന്ന, ആക്ഷേപിച്ച് സംസാരിക്കുന്ന, കുറ്റം പറയുന്ന ഒരു രീതിയിലേക്ക് പോകരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, മൂന്നാമത്തെ ഒരു കാര്യം അള്ളാഹു പറയുകയാണ്, വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ ചീത്തപ്പേര് വിളിക്കുകയും ചെയ്യരുത്. ദുഷിച്ച പേരുകൾ, എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി സജസ്റ്റ് ചെയ്യുന്ന തരം പേരുകൾ വിളിക്കരുത് ആരെയും. പലപ്പോഴും സമൂഹത്തിൽ അങ്ങനെ ചീത്തപ്പേരുകൾ ഉണ്ടാവും പലർക്കും. അയാൾ ഇഷ്ടപ്പെടുന്ന പേരാവില്ല, അയാളുടെ ശരിക്കുള്ള പേരും ആവില്ല. അയാളെ ആക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടോ ഒക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചത് അയാളുടെ ഒരു പേരായിട്ട് മാറിയിട്ടുണ്ടാവും. ആ പേര് അയാൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. തിരിച്ചറിയാൻ വേണ്ടി പോലും അങ്ങനെയുള്ള പേരുകൾ വിളിക്കാതിരിക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ അയാൾ കൂടുതൽ അറിയപ്പെടുന്നത് ആ പേരിലായിരിക്കും, പക്ഷെ ആ പേര് വിളിക്കാൻ പാടില്ല. അത് അയാളിൽ എന്തായാലും ഒരു സദ്മനോഭാവമല്ല ഉണർത്തുക. അയാൾക്ക് വെറുപ്പാണ് മനസ്സിൽ അതുകൊണ്ട് അനുഭവപ്പെടുക. അപ്പൊ അങ്ങനെ അതിന് കാരണമാവുന്ന വിധത്തിലുള്ള അൽഖാബ് നിങ്ങൾ പരസ്പരം വിളിക്കരുത്. നല്ല പേരുകള് ജനിച്ച സമയത്ത് ഓരോരുത്തർക്കും ഓരോ പേരിട്ടിട്ടുണ്ടാവുമല്ലോ, പാപ്പയും ഉമ്മയും ഒക്കെ. അത് ചീത്തപ്പേരാവില്ല, നല്ല പേരായിരിക്കും. ആ നല്ല പേരാണ് ആളുകളെ വിളിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും കാരണവശാൽ അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായ എന്തെങ്കിലും സംഭവത്തെയോ എന്തെങ്കിലും സാഹചര്യത്തെയോ ഒക്കെ പരാമർശിച്ചുകൊണ്ട് വന്നു ചേർന്നിട്ടുള്ള ചീത്ത പേരുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള പേരുകൾ ഇപ്പം വല്ല വൈകല്യം ചൂണ്ടിക്കാണിക്കുന്ന പേരാവാം, അതല്ലെങ്കിൽ അയാളുടെ ബുദ്ധിപരമായ എന്തെങ്കിലുമൊക്കെ ദൗർബല്യമോ അല്ലെങ്കിൽ അത്ര ബുദ്ധിപരമായി സ്മാർട്ട്നെസ് കാണിക്കാതിരുന്ന സന്ദർഭങ്ങളിലെ ചില പ്രതികരണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ പേര് വിളിച്ചിട്ടുണ്ടാവും. അത് പലരും ആവർത്തിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ പ്രചാരത്തിലുള്ള പേര് അതായി മാറിയിട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും അത്തരം പേരുകൾ ആരെയും വിളിക്കരുത് എന്നതാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്ന കാര്യം. വലാ തനാബസു ബിൽ അൽഖാബ്, ആളുകൾ ഇഷ്ടപ്പെടാത്ത ചീത്ത പേര്, അത് ചിലപ്പോൾ തൊഴിലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ വിളിക്കുന്നതാണ്. അയാൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ പോലും അതിന്റെ ആവശ്യമില്ല. പക്ഷെ അത് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല എന്ന് വെക്കാം.
പക്ഷെ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ തീരെ വിളിക്കാൻ പാടില്ല. അത് ഏത് തൊഴിലാണെങ്കിലും തൊഴിലിന്റെ പേരിൽ ആ തൊഴിൽ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരാളെ പേര് ചേർത്ത് വിളിക്കുന്ന ഒരു രീതി, അത് സാധാരണഗതിയിൽ ചിലപ്പോഴൊക്കെ അത് സമൂഹത്തിൽ അങ്ങനെ ഒരു നെഗറ്റീവായ സൂചന ഇല്ലാത്ത വിധത്തിൽ അത് വന്നിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പൊ കൽപ്പണിക്കാരൻ എന്നുള്ളത്, അത് അയാളെ പ്രൊഫഷണൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നുണ്ടാവുക. അതില് കുറ്റപ്പെടുത്തലോ ആക്ഷേപമോ പരിഹാസമോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് ചില ഘട്ടങ്ങളിലൊക്കെ അത് ജാതിപ്പേരായിട്ട് വരെ മാറുന്നുണ്ടാവും അങ്ങനെയുള്ള പ്രയോഗങ്ങൾ. അപ്പൊ ആശാരി എന്നുള്ളത് ജോലിയുടെ മാത്രം പേരല്ല, അത് ഒരു ജാതി പേര് കൂടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പേരുകള് അതില് പരിഹസിക്കല് ഏതെങ്കിലും നിലക്ക് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത്തരം പേരുകൾ വിളിക്കാൻ പാടില്ല. തനാബസു ബിൽ അൽഖാബ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ് ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. ഇങ്ങനത്തെ ചീത്തപ്പേരുണ്ടല്ലോ, ചീത്തപ്പേര് വിളിക്കുക എന്നുള്ളത്, അത് സത്യവിശ്വാസം ഉൾക്കൊണ്ട ശേഷം ഇങ്ങനത്തെ വഷളൻ പേര് വിളിക്കുന്നത് അത് എത്ര അരോചകമായതാണ്, അല്ലെങ്കിൽ എത്ര മോശമായ ഒരു സംഗതിയാണ്, എത്ര നീചമായ ഒരു സംഗതിയാണ് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം ചീത്തപ്പേര് എന്ന് പറയുന്നത് അത് എത്ര ദുഷിച്ചതാണ്. ഇത് പല ആംഗിളിലും നമുക്ക് ഈ ആയത്തിന്റെ അല്ലെങ്കിൽ ഈ വാചകത്തിന്റെ അർത്ഥസൂചന മനസ്സിലാക്കാം. ഈമാൻ ഉൾക്കൊണ്ട ശേഷം ചീത്തപ്പേര് വിളിക്കപ്പെടുന്നത് എത്ര മോശമാണ്, അല്ലെങ്കിൽ ഈമാൻ ഉൾക്കൊണ്ട ശേഷം ഒരാൾ വിശ്വാസിയായതിനു ശേഷം ഒരാളെ ചീത്തപ്പേര് വിളിക്കുക എന്നുള്ളത് എത്ര നീചമായ ഒരു സംഗതിയാണ്. വിശ്വാസത്തിലൂടെ ഒരാള് സ്വയം ഔന്നത്യം നേടുന്നുണ്ട്. അത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവിക മാർഗദർശനം, വിശുദ്ധ ഖുർആന്റെ മാർഗദർശനം ഉൾക്കൊള്ളുന്നതിലൂടെ നാം അവർക്ക് വലിയ ഉയർച്ച നൽകും എന്നുള്ള സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ നിലക്കും സാമൂഹ്യമായ ഉയർച്ച നേടാൻ കാരണമാകുന്ന ഒരു സംഗതിയാണ് സത്യവിശ്വാസം ഉൾക്കൊള്ളുക എന്നത്. അങ്ങനെ സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന് ശേഷം അങ്ങനെയുള്ള ഒരാളെ ഈ ചീത്തപ്പേര് വിളിക്കുകയും അത് എത്ര നീചമായ ഒരു സംഗതിയാണ് എന്നാണ് ഒരു ആംഗിളിൽ അതിനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. മറ്റൊരു സംഗതി, വിശ്വാസം ഉൾക്കൊണ്ട ആള് എത്ര സാമൂഹ്യമായും ബുദ്ധിപരമായും ചിന്താപരമായും അതുപോലെ ധാർമ്മികമായിട്ടൊക്കെ ഉയർന്നിട്ടുണ്ടാവും. അങ്ങനെ ഉയർച്ച നേടിയതിന് ശേഷം ഒരാള് മറ്റുള്ളവരെ ചീത്തപ്പേര് വിളിക്കുകയും അത് എത്ര നീചമാണ് എന്നതാണ് ഈ വാചകത്തിന്റെ അർത്ഥം എന്ന നിലക്കും നമുക്ക് മനസ്സിലാക്കാം. രണ്ട് ആംഗിളിലും അതിന് സാധ്യതയുണ്ട്, അത് രണ്ടും പ്രസക്തവുമാണ്. അപ്പോ ഇത് അല്ലാഹു നേരിട്ട് സത്യവിശ്വാസവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ചീത്തപ്പേര് വിളിക്കുക എന്നുള്ളത് ആ വിളിക്കപ്പെടുന്ന ആളെ അപമാനിതനാക്കുന്നതും അയാളുടെ വിശ്വാസത്തിനെ വിലകുറച്ച് കാണലുമാണ്. അങ്ങനെ വിളിക്കുന്നുണ്ട് ഒരാളെങ്കിൽ അയാളുടെ വിശ്വാസപരമായ ശോഷണമോ അല്ലെങ്കിൽ മേന്മയില്ലാത്തതോ ആയ ഒരു കാര്യമായിട്ടാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരാൾ സത്യവിശ്വാസി ആയി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരെ ചീത്തപ്പേര് വിളിക്കുന്നവനായിട്ട് നിലനിൽക്കുകയും അതൊരിക്കലും പാടില്ലാത്തൊരു സംഗതിയാണ്. അത് രണ്ടും ഒരുമിച്ച് പോകാൻ പാടില്ലാത്ത, ഒരുമിച്ച് പോവുകയില്ലാത്തൊരു സംഗതികളാണ് എന്നാണ് അള്ളാഹുവിടെ നൽകുന്ന സൂചന. ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം പിന്നെ ഈ താന്തോന്നിത്തരത്തിന്റെ പേരുകളോ അത് എത്ര നീചമാണെന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇസ്മുൽ ഫുസൂഖ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഫുസൂഖ് എന്നുള്ള വാക്ക് ഫാസിഖ്, ഫിസ്ഖ് ഒക്കെ ആയിട്ട് ബന്ധമുള്ള വാക്കാണ്. അപ്പൊ ഫുസൂഖായിട്ട്, ഫുസൂഖ് തഖ്വയുടെ നേരെ വിപരീതാണെന്ന് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും ആദരവും ആരാധനയും ഒക്കെ നിലനിർത്തുന്ന ഒരാൾക്ക്
അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്രദ്ധയും സൂക്ഷ്മതയും ഭയഭക്തിയും ഒക്കെ കാണിക്കുന്ന ഒരാൾക്ക് ഈ ചീത്തപ്പേര് വിളിക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ അഭികാമ്യമായ ഒരു സംഗതിയല്ല. അയാളുടെ നാവിൽ നിന്ന്, അയാളുടെ ചുണ്ടുകളിൽ നിന്ന് അങ്ങനെ ഒരു പേര് പുറത്തോട്ട് വരില്ല, അത്തരം സംസാരം. ഇത് നമുക്ക് ചില കൾച്ചറിലൊക്കെ തന്നെ, വിശേഷിച്ച് യൂറോപ്യൻ കൾച്ചറിലൊക്കെ തന്നെ ചില അബ്യൂസീവ് വേർഡ്സ് ആളുകളോട് സംസാരിക്കുമ്പോൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ 10 വാചകം പറയുന്നുണ്ടെങ്കിൽ അതിൽ 8ഉം അല്ലെങ്കിൽ 7ഉം അങ്ങനത്തെ അബ്യൂസീവ് വേർഡ്സ് കൊണ്ട് തുടങ്ങുന്ന വിധത്തില് ശീലിക്കുന്ന കൾച്ചറുകളൊക്കെ ധാരാളം. പ്രത്യേകിച്ച് യൂറോപ്യൻ വെസ്റ്റേൺ സിനിമകളൊക്കെ ഏതെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആളുകള് എത്ര തവണയാണ് വൃത്തികെട്ട സംസാരം ഒരു മിനിറ്റിനകം തന്നെ നടത്തുന്നത് എന്ന്. അപ്പൊ അങ്ങനത്തെ അബ്യൂസീവ് ആയിട്ടുള്ള പദങ്ങളും പ്രയോഗങ്ങളും വെച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതും ഇസ്ലാം വിലക്കിയിട്ടുള്ള സംഗതിയാണ്. സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുടെ നാവിൻ തുമ്പിലൂടെ, ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വരേണ്ട സംഗതികളല്ല അങ്ങനത്തെ അബ്യൂസീവ് എക്സ്പ്രഷൻസ്, ചീത്ത വിളിക്കല് എന്നതൊക്കെ. അപ്പോ ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം പിന്നെ ഇസ്മുൽ ഫുസൂഖ് എന്താണിത് എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. ഇസ്മുൽ ഫുസൂഖ് എന്ന് പറഞ്ഞാൽ ചീത്തപ്പേര് അല്ലെങ്കിൽ ആക്ഷേപം, പരിഹാസം ഒക്കെ അടങ്ങിയിട്ടുള്ള പേര്. അങ്ങനെയുള്ള പേരുകൾ ചിലപ്പോൾ ചിലർക്ക് വന്നു ചേർന്നിട്ടുണ്ടാവും. പക്ഷെ ആ പേര് നമ്മൾ വിളിക്കാൻ പാടില്ല. വമല്ലം യതുബ്, ഇനി ഈ സംഗതികളൊന്നും ഉപേക്ഷിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലെങ്കിൽ ഫൗലൈക ഹുമുൽ ളാലിമൂൻ, അങ്ങനെ ചെയ്യുന്ന ആളുകള് മഹാ അക്രമികൾ തന്നെയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ വമല്ലം യതുബ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഭാഷാപരമായിട്ട് താബ എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക എന്നാണ്, തിരിച്ചെത്തുക, തിരിച്ചു വരിക. അപ്പൊ ഇങ്ങനെയുള്ള ചീത്ത വഴികളെ ഉപേക്ഷിച്ച് ഒരാൾ വരുന്നില്ലെങ്കിൽ എന്നതാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം പശ്ചാത്തപിച്ച് അതിലൊക്കെ തൗബ ചെയ്ത് ഒരാൾ മടങ്ങുന്നില്ലെങ്കിൽ, പഴയകാലത്ത് അങ്ങനത്തെ ഈ 3 തിന്മകളും സാമൂഹ്യ ബന്ധങ്ങളെ തകർത്ത് കളയുന്ന ഇവിടെ പരാമർശിച്ച 3 തിന്മകളുണ്ട്. ഒന്ന് പരിഹസിക്കലാണ്, ഈ യസ്ഖർ എന്ന് പറഞ്ഞ പദം സഹിറ അത് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് വലാ തൽമിസു അൻഫുസക്കും എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ കുത്തിപ്പറയുക എന്നുള്ളത്. മൂന്നാമത്തെ ഒന്ന് അൽഖാബ് വിളിക്കുക. അൽഖാബ് എന്ന് പറഞ്ഞാൽ ചീത്തപ്പേര്, ഓരോരുത്തർക്ക് വന്ന് ചേർന്നിട്ടുള്ള അവരിഷ്ടപ്പെടാത്ത തരം ചില നിക്നെയിംസ് ഒക്കെ ഉണ്ടാവും. അത്തരം നിക്നെയിംസ് ഒന്നും ആളുകളെ അവരിഷ്ടപ്പെടാത്ത തരം നിക്നെയിംസ് വിളിക്കരുത്. ഇതാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പോ ഈ നടപടികളൊക്കെ ജാഹിലിയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇസ്ലാമേതര കാലഘട്ടത്തിലെ അന്ധകാരത്തിന്റെ സംസ്കാരം, അത്തരം സംസ്കാരങ്ങളിൽ ഉടലെടുത്ത സംഗതികളാണ് ഈ 3 സാമൂഹ്യ ബന്ധങ്ങളെ തകർക്കുന്ന ശീലങ്ങളും. അപ്പൊ അത് കൈവെടിയാതെ ഒരാൾക്കും വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വരാൻ കഴിയില്ല. ഒരാൾ സത്യവിശ്വാസിയായി നന്മയുടെയും സത്യത്തിന്റെയും ഒക്കെ മാർഗം പിന്തുടരുന്ന ഒരാളായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജാഹിലിയത്തിന്റെ ഇത്തരം ശേഷിപ്പുകൾ, അവശിഷ്ടങ്ങൾ അയാള് പൂർണ്ണമായിട്ട് കൈയൊഴിഞ്ഞ് അത്തരം സംഗതികൾ ചെയ്തു പോയതിന്റെ പേരിലുള്ള പശ്ചാത്താപമുള്ള മനസ്സുള്ള ആളായി മാറണം. അങ്ങനെ മാറാതെ ഒരാള് അതിലൊന്നും തൗബ മനസ്ഥിതി ഇല്ല, അതിൽ നിന്നൊന്നും മടങ്ങണം എന്നുള്ള ആഗ്രഹമില്ല, അങ്ങനെയുള്ള ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ പോകാനാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരം ആളുകൾ അവര് മുഅ്മിനുകളെന്നോ മുസ്ലിങ്ങളിൽ നിന്നൊന്നോ അല്ല അവരെ വിളിക്കുക. അവര് ളാലിമുകളാണ്, അക്രമികളാണ് എന്നാണ് അള്ളാഹു അവരെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അവര് ചെയ്യുന്നത് വലിയ ളുൽമാണ്, അവര് ളാലിമുകളുമാണ്. അവര് വിശ്വാസികളുടെ സംഘത്തിൽ വന്ന് ചേർന്നതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഈ സൂറത്ത് അവതരിച്ചതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയതാണ്. മക്ക വിജയത്തിന് ശേഷമുള്ള കാലത്താണല്ലോ ഈ സൂറത്തിന്റെ അവതരണം.
അല്ലെങ്കിൽ അത് പൂർത്തിയാവുന്നതൊക്കെ തന്നെ. അപ്പൊ ഈ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ സംസ്കാരമോ മര്യാദയോ അച്ചടക്കമോ ഒന്നും പഠിച്ചിട്ടില്ലാത്ത കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അവര് പഴയ ജാഹിലിയത്തിന്റെ ആളുകളായിട്ടാണ് പിന്നിട്ട ദശകങ്ങളിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ എണ്ണം ആളുകൾ അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി ഇസ്ലാമിക സമൂഹത്തിന് വളരെ വ്യതിരക്തതയുള്ള വിധത്തിലുണ്ടായിരുന്ന ചില സ്വഭാവപരമായ മര്യാദകളും ശീലങ്ങളും അതുപോലെ ഉന്നതമായ ഗുണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇസ്ലാമിക സമൂഹത്തിന് പൊതുവായിട്ട് ദുർബലമായി പോകുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ എത്ര സമുന്നതമായ സ്വഭാവ ഗുണങ്ങള് കൈവരിക്കേണ്ടവരാണ്, അങ്ങനെ ചെയ്യാതെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ആരാണ് എന്നത് വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഈ സ്വഭാവപരമായ മര്യാദകൾ ഉൾക്കൊള്ളാത്ത, ഈ അച്ചടക്കം ശീലിക്കാത്ത, നാവിനെ നിയന്ത്രിക്കാത്ത, പെരുമാറ്റങ്ങളില് ആളുകളെ വേദനിപ്പിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ ആയ കാര്യങ്ങളെ ഒഴിവാക്കാത്ത ആളുകൾ, അവര് ഏത് മേൽവിലാസം സ്വീകരിച്ചതുകൊണ്ടും കാര്യമില്ല, അത്തരം ആളുകൾ ളാലിമുകൾ തന്നെയാണ് എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അപ്പൊ ഇതൊരു ചെറിയ വിഷയമല്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇതാണ് പലപ്പോഴും സമൂഹത്തില് ഇത്തരം സംഗതികളാണ് സംഘർഷത്തിലേക്ക് നയിക്കാനിടയുള്ളതും അത് ചിലപ്പോൾ സംഘട്ടനമോ ഒരു പരസ്പരമുള്ള ചേരി തിരിഞ്ഞ യുദ്ധത്തിലേക്കോ ഒക്കെ നയിക്കാൻ ഇടയുള്ള സംഗതികൾ എന്നൊരു സൂചനയാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. ഇതിന് മുകളിൽ ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തിലെ വളരെ വ്യക്തമായ നിർദ്ദേശമുണ്ടല്ലോ, മുസ്ലിം സമൂഹത്തിനകത്ത് വിശ്വാസികൾക്കിടയിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായി വരികയും അവര് പോരടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നത്, അത് സംബന്ധമായ ഒരു നിർദ്ദേശം. അത് രണ്ടുപേർക്കിടയിലും രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗദർശനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നീതിപൂർവകമായ ഒരു രഞ്ജിപ്പ് അവർക്കിടയിൽ ഉണ്ടാക്കുക. അങ്ങനെ അവരതിന് കൂട്ടാക്കുന്നില്ല, ഒരാള് മറ്റാളോട് അക്രമം കാണിക്കാൻ തന്നെ മുതിരുകയാണെങ്കിൽ അങ്ങനെയുള്ള അക്രമമാണ് പിന്നീട് നടക്കാൻ പോകുന്നതെങ്കിൽ ആ അക്രമിക്ക് എതിരിൽ നിലകൊള്ളണം എന്നതാണ് അവിടെ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന് പല വ്യത്യസ്തമായ ഘട്ടങ്ങളിലും സാഹചര്യങ്ങളിലും പ്രായോഗികമായ ചില വഴികൾ അല്ലെങ്കിൽ ചില രീതികൾ ആവശ്യമായിട്ട് വരും. അത് സംബന്ധമായിട്ട് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഗഹനമായ ആലോചനകൾ നടത്തുകയും അവരുടെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അവ സംക്ഷിപ്തമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.